അതെങ്ങനെയാ? ഒരമ്മയുടെ വേദന എന്തെന്ന് അറിയണമെങ്കിലേ നീയും ഒരു അമ്മയാവണം. ആഹാ, കൃത്യം വീടിന്റെ വാതിക്ക തന്നെ കൊണ്ടെത്തിച്ചല്ലോ. ഈ ഓട്ടോക്കാരന് നമ്മളെ അറിയാൻ തോന്നുന്നു. എത്രയാ? ഹരീഷേ, നീ വീണ്ടും ഓട്ടോ ഓടിക്കുകയാണോ? അതെ, മറ്റൊരു പണിയും കിട്ടിയില്ല. എന്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഇവിടെ ഉള്ളവർ കത്തിച്ചു കളഞ്ഞില്ലേ? മോനെ, നീ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടവനല്ല. എനിക്കിതൊന്നും ഒരു കഷ്ടപ്പാടല്ല അമ്മേ. എന്നാലും ഇത് നമ്മുടെ കുടുംബത്തിന് നാണക്കേടല്ലേ മോനെ? ബ്ലേഡ് കമ്പനിയേക്കാൾ അന്തസ്സുള്ള ജോലി അമ്മ ഇത്. എന്റെ സ്വത്തുക്കളെല്ലാം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ളതാ. നീ ഒന്ന് വീട്ടിലേക്ക് വാ. ഞാൻ വീട്ടിലേക്ക് വന്നാ അമ്മ എന്നെ സ്വീകരിക്കും? സ്വീകരിക്കും. പക്ഷെ നിന്റെ കൂടെ ഒരു പെണ്ണില്ലേ, ആ രാജുവിന്റെ പെങ്ങള്, അവളെ ഉപേക്ഷിച്ചിട്ട് വരണം. അവളെ ഉപേക്ഷിക്കാനല്ലോ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് കൂടെ കൂട്ടിയത്. അവൾ എന്റെ ഭാര്യ. അവളെ മറക്കണമെങ്കിൽ ഞാൻ മരിക്കണം. ഹരീഷേ, അമ്മയെ പോലെ അല്ല ഞാൻ. വെറും കറിവേപ്പിലെടുത്ത് കളയും പോലെ അമ്മയ്ക്ക് അച്ഛനെ ഉപേക്ഷിക്കാൻ പറ്റും. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിന് അമ്മ അത്രയേ വില കാണുന്നുള്ളൂ. ഞാനും എന്റെ സ്ത്രീയും അങ്ങനെയല്ല. ഞങ്ങളുടെ പിണക്കം ഒരു സന്ധ്യയ്ക്ക് അപ്പുറത്തേക്ക് നീട്ടിക്കൊണ്ട് പോവാറില്ല. അതാണ് വിവാഹ ജീവിതം. ഞാൻ പോവാ. പൈസ കൊടുക്ക മോനെ. വേണ്ട. എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യം സത്യം, രമ്യയെക്കാളും വളരെ നല്ലവളാ ഋതിക. എന്തൊരു നല്ല പെരുമാറ്റം. അത് മാത്രമല്ലമ്മേ, ഈ ഋതികയാര് രമ്യയാര്? കൊച്ചി മുതൽ ഇങ്ങോട്ട് കിടക്കുകയല്ലേ ഋതികയുടെ സ്വത്തുക്കള്. ഇത്ര വലിയ കോടീശ്വരി ആയിട്ടും അതിന്റെ വല്ല ഭാവവും ആ കൊച്ചിനുണ്ടോ? എത്ര പെട്ടെന്നാടി നിന്റെയൊക്കെ അഭിപ്രായം മാറുന്നേ. ആ കോലോത്തേക്ക് പോകുന്നവരെ രമ്യസ്തുതിയായിരുന്നു. അമ്മ എന്താ പറഞ്ഞു വരുന്നേ? കാറ്റേ, നമുക്കെതിരെ വീശി തുടങ്ങി മോനെ. ഓർക്കാപ്പുറത്തുള്ള ആ സ്ത്രീയുടെ വരവോടെ എന്റെ എല്ലാ മനക്കോട്ടകളും തകർന്നു. മകളെ ഞാൻ തകർത്തു വിട്ടു. അമ്മ കൽക്കട്ടയിലേക്കും പോയി. ഒരിക്കലും ഇവര് തിരികെ വരില്ലെന്നാ ഞാൻ കരുതിയത്. എല്ലാം ഒന്നൊന്നായിട്ട് കൈവിട്ടു പോവാ. എന്റെ ചങ്ങലേ കിടന്ന പ്രതാപനും ആ ചങ്ങല പൊട്ടിച്ച് പുറത്തേക്ക് പോകുന്നതാ കാണുന്നേ. ഇനി എന്ത് ചെയ്യും അമ്മേ? ആലോചിച്ചിട്ട് ഒരു ഉത്തരവും എനിക്ക് കിട്ടുന്നില്ലടാ. ഇവിടെ എന്തൊക്കെയോ ചർച്ചകളും തീരുമാനങ്ങളും നടക്കുന്നുണ്ട്. ഒന്നും എനിക്ക് അറിയാൻ പറ്റുന്നുമില്ല, ഒന്നിലും എന്നെ പങ്കെടുപ്പിക്കുന്നുമില്ല. മുമ്പൊക്കെ ഇവിടെ എന്ത് കാര്യമുണ്ടെങ്കിലും പ്രതാപൻ എന്നോട് ഡിസ്കസ് ചെയ്യുമായിരുന്നു. ഇപ്പൊ അവനും എന്നോടൊന്നും പറയുന്നില്ല. ഇവിടെ ഇവരുടെ എല്ലാവരുടെയും മനസ്സ് തകർക്കുന്ന ഒരു സംഭവം ഉണ്ടാവണം. അതുണ്ടാക്കണം. അതെന്താ? അതെന്താന്ന് ആലോചിച്ചെടുക്കണം. ഒരു ബോംബ് ഇവിടെ വീഴണം. എന്നാലേ നമുക്ക് രക്ഷയുള്ളൂ. എന്താ മോളെ പ്രശ്നം?
ഋതിക ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. അതാ പ്രശ്നം. പെണ്ണുങ്ങൾ ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നത് ശരിയാണോ? ഇതൊക്കെ ഏത് കുടുംബത്തിൽ നടക്കും? ഒരാൾ എഴുന്നേക്കാൻ അല്പം വൈകി, അതിന് ഇങ്ങനെ കിടന്ന് ബഹളം വയ്ക്കാണ് വേണ്ടേ? ജനിച്ചത് പെണ്ണായിട്ടാണെന്ന് കരുതി കുറച്ചു നേരം ഉറങ്ങാൻ പാടില്ല. അതെങ്ങനെയാ? ഇപ്പോ ഇവിടെ എനിക്ക് ആരോടൊന്നും മിണ്ടാൻ പറ്റില്ലല്ലോ. മിണ്ടിയ എല്ലാവരും കൂടെ അരച്ച് ഇങ്ങോട്ട് വരുമല്ലോ. ഇവിടെ ആരും ഒന്നിനും നിന്റെ നേരെ വരില്ല. പക്ഷെ നീ പറയുന്ന കാര്യത്തിന് ഒരു നീതി ഉണ്ടായിരിക്കണം. ആ ക്ഷമിക്കരാതമേ, ഞാൻ അറിയാതെ കുറച്ചേറെ ഉറങ്ങിപ്പോയി. തറവാട്ടിൽ ചെന്നപ്പോ നന്നായിട്ട് ഉറങ്ങാൻ പറ്റിയില്ല. നീ ഉറങ്ങിക്കോ 24 മണിക്കൂർ കിടന്ന് ഉറങ്ങിക്കോ. ഇത് വീടല്ലല്ലോ, ലോഡ്ജ് ആണല്ലോ. ഐശ്വര്യൊന്നും വേണ്ടല്ലോ ഇവിടെ. പിന്നെ ഐശ്വര്യം, കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നീ ഏതു നേരവും ബഹളം വെക്കുന്നതല്ല ഐശ്വര്യം. അമ്മയ്ക്ക് ഞാൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനോട് ഇത്രയ്ക്ക് ശത്രുതയാണെങ്കിൽ തുറന്നു പറയാമേ, ഞങ്ങളങ്ങ് പോയേക്കാം.